ഗാസയിലെ ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സേന. അൽമാവാസിയിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ഹമാസിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒപ്പം ചേരുന്ന. ഐസൻ, വിവരങ്ങൾ. കൃഷ്ണരാജ്, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള അറബിയിലുള്ള സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് ആ മേഖലയിലുള്ള എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽമാവാസി ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഹമാസ് ഭീകരർ താമസിക്കുന്ന മേഖലകളിൽ അതിശക്തമായ ആക്രമണം നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പലതവണ ഇത്തരത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആ നാട്ടുകാർ മാറുന്ന അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ മാറുന്നതിനെ തടയാനുള്ളൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ വഴി തടയുന്നത്, അതായത് പലായനം ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പലായനം ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നത് ഏതെങ്കിലും രീതിയിൽ ഹമാസ് ഭീകരർ തടയുകയാണെങ്കിൽ അവർക്കെതിരായ പരാതികൾ നൽകാൻ അല്ലെങ്കിൽ തടയുന്ന വിവരങ്ങൾ നൽകാനും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പോലൊരു നമ്പർ കൂടി നൽകിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായൊരു നടപടി ഇസ്രായേൽ ഗാസയിൽ നടത്താനിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സംബന്ധിച്ച വലിയ ചർച്ചകളെല്ലാം തന്നെ നടക്കുകയും ചില നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണം ഹമാസിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതിന് ശേഷം കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുക, സമാധാന ചർച്ചകൾക്ക് ഒരുങ്ങുക എന്ന നിർദ്ദേശമെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ എല്ലാം തന്നെ ഒരു അന്തിമ നീക്കത്തിൻ്റെ ഭാഗമായാണ് പ്രതിരോധ സേനയുടെ നടപടി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഗാസയിലെ ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സേന പറയുന്നു. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ഹമാസിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.